ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞാട്ടെ. പെട്ടകം ഓബേദ്ഏദോമിന്റെ ഭവനത്തിലിരുന്നപ്പോ ദേവാലയത്തിലിരിക്കേണ്ട ദൈവത്തിന്റെ ഹൈ ഗ്ലോറി മഹത്വം കേവലം ഒരു ഭവനത്തിനകത്ത് ഇറങ്ങി നിൽക്കുകയാണ്. എവിടേക്കോ ആഗ്രഹിച്ച ദേവാലയത്തിന്റെ ജോലിക്കാരനായ ഓബേദ്ഏദോം, മഹാപുരോഹിതന് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന പെട്ടകം കേവലം ഒരു ഭവനത്തിനകത്തിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? യിരെമ്യാവെന്ന പ്രവാചകൻ പറഞ്ഞു, കുശവൻ ഈ കളിമണ്ണിനോട് ചെയ്തതുപോലെ ഇസ്രായേൽ ഗൃഹമേ, എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയത്തില്ലയോ? ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ പണിതുകൊണ്ടിരിക്കുകയാണെന്ന്? വിശ്വസിക്കുന്ന എല്ലാവരും അധരങ്ങളെ തുറന്ന്, ഹൃദയം തുറന്ന്, കർത്താവേ, ഞാൻ നിന്നിലേക്ക് മറിയുകയാണ്. Father, hiding in the presence of God, ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് മറയുകയാണ്. മഹത്വം എൻ്റെ മേൽ വീഴുമ്പോൾ ഞാൻ അങ്ങയുടെ സാന്നിധ്യത്തിനകത്തിരിക്കട്ടെ. വീളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. വീളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. വീളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ. നിന്നാത്മബലം എനിക്കാനന്ദമേ. പിളർന്നതാ നിന്നിൽ ഞാൻ മറയട്ടെ. പിളർന്നതാ യേശുവേ, നിന്നിൽ ഞാൻ. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ എന്റെ ചേർന്ന് കൂടെ പറഞ്ഞു, ഓ പിളർന്നതാ നിന്നിൽ ഞാൻ മറയട്ടെ. ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, ഏകനെന്നു നീ കരുതിടുമ്പോൾ തുണയായാരും ഇല്ലെങ്കിലും, തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. തലയിണയായി കൽമാത്രം എന്നെണ്ണുമ്പോൾ ഗോവേണിയിൽ ദൂതന്മാർ ഇറങ്ങി വരും. പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ പിളർന്നതാ പാറയേ, നിന്നിൽ ഞാൻ മറയട്ടെ. സംഗീതമേ എനിക്കാനന്ദമേ, നിന്നിൽ ചാരിടുന്നവർക്ക് ആശ്വാസമേ.
എൻ്റെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നാൽ, എൻ്റെ ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നാൽ, ശമരിയ പട്ടണത്തിൽ ഇന്ന് വരെ കാണാത്ത ചില അത്ഭുതങ്ങൾ കർത്താവിന് ചെയ്യാൻ കഴിയും. 12 വർഷം രക്തസ്രാവമുള്ളവൾ, ഒരു വൈദ്യന്മാരാലും സൗഖ്യമാകാൻ കഴിയാത്തവൾ. എത്ര പേർ വിശ്വസിക്കും? എനിക്കൊരു പർവ്വതമുണ്ട്, എനിക്ക് സഹായമായൊരു പർവ്വതമുണ്ട്, എനിക്ക് ഒത്താശ ചെയ്യുന്ന ദൈവ സാന്നിധ്യമുണ്ട്.